ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം സെൻട്രലിലാണ്. ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നത് MGR ചെന്നൈ സെൻട്രലിലേക്കാണ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ട്രെയിൻ MGR ചെന്നൈ സെൻട്രൽ ട്രിവാൻഡ്രം മെയിലാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വഞ്ചിനാടിനാണ് ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് 3 മണിക്കാണ് നമ്മൾ ട്രെയിൻ എടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ ഒബ്വിയസ്ലി 10 മണിയായപ്പോഴത്തേക്കും വന്നായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തു. വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേക്കാണ്. ഇപ്പം 2 മണി ആയിട്ടുണ്ട്. 3 മണിക്കാണ് നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് എഞ്ചിനൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5 വന്ന് കിടക്കുന്നത്. ഇവിടുന്ന് നല്ല ദൂരമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാണ് AC കമ്പാർട്ട്മെന്റ് വരുന്നത്. ഇതൊക്കെ 3rd AC ആണേ. ഇത് വരുന്നത് 2nd AC ആണ്. 6 3rd ACയും 2 2nd ACയും 1 1st AC ആണ് നമ്മുടെ ട്രെയിനിന് വരുന്നത്. ഇതാണ് നമ്മുടെ 1st AC കമ്പാർട്ട്മെന്റ് വരുന്നത്. നമുക്ക് പുറത്തുനിന്നാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. അതിന് ഫ്രണ്ടിൽ 2 ജനറൽ കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. എൻജിൻ അവിടെ ഉണ്ട്, പക്ഷെ പുറത്തായിട്ടാണ് എൻജിൻ കിടക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധ്യമല്ല. നമുക്ക് പോയി നോക്കാം. ഓൾറെഡി ഇത് നല്ല ആളുണ്ട് കേട്ടോ ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ. തൊട്ടിപ്പുറത്ത് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി കിടപ്പുണ്ട്. ഇത് വന്ന ട്രെയിനാണ്. അവിടെയാണ് നമ്മുടെ എൻജിൻ കിടക്കുന്നത്. അങ്ങോട്ട് പോകുന്നില്ല, അവിടെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സീറ്റിൽ കയറിയിരിക്കാം. അതേപോലെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് കാര്യം പറയുവാണെങ്കിൽ നമുക്ക് 7 സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ആണ് ഈ ട്രെയിനിന് വരുന്നത്. 7 സ്ലീപ്പർ കമ്പാർട്ട്മെന്റും 6 3rd ACയും 2 2nd ACയും 1 1st ACയും ബാക്കി ഒരു 4 ജനറൽ, ഫസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ടൊരു 4 ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ട്രെയിനിന് വരുന്നത്. അപ്പോൾ ഇപ്പോൾ 2:30 ആയി. എന്തായാലും സീറ്റിൽ കയറി ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ കമ്പാർട്ട്മെന്റിലോട്ട് പോവാണ്. S1 ആണ് നമുക്ക് കിട്ടിയേക്കുന്ന കമ്പാർട്ട്മെന്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോകാം. ഇവിടെ കയറുമ്പോൾ സൂക്ഷിച്ചൊക്കെ കയറണം, അല്ലെങ്കിൽ പണി പാളും. സോ നമ്മുടെ സീറ്റ് വരുന്നത് ഇതാണ് 23. ഇതാണ് സൈഡ് ലോവർ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് സീറ്റ് കിട്ടിയ സൈഡ് ലോവർ. ഇതാണ് എൻ്റെ സീറ്റ് വരുന്നത്. മേളിലാരാന്നറിയില്ല, ഇവിടുന്ന് കയറുന്നതെന്ന് അറിയില്ല. നോക്കാം. അങ്ങനെ ഇപ്പൊ സമയം 3 മണിയായി. ഇതുവരെ എടുത്തിട്ടില്ല, ഇപ്പൊ എടുക്കാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫോണടി കേട്ടിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിന്റെ ആവാം. അതെ, അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തു. നമുക്കിനി ചെന്നൈയിലേക്ക് പോവാം. ഇതൊരു ഫുൾ ഓൺ ജേണിയാണ്. ട്രിവാൻഡ്രം ടു ചെന്നൈ ആണ് ഈ ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. അപ്പം നമ്മൾ ഫുള്ള് ട്രിവാൻഡ്രം ടു ചെന്നൈ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പോയാലോ. ട്രിവാൻഡ്രം വിട്ടാൽ നമ്മുടെ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് വർക്കല ശിവഗിരിയാണ്. അതിനുശേഷം കൊല്ലം ജംഗ്ഷൻ. അങ്ങനെ ഈ ട്രെയിനിന്റെ ഫസ്റ്റ് ഹോൾട്ടായ വർക്കല ശിവഗിരിയിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ആളുണ്ട് ഈ സ്റ്റേഷനിൽ നിന്ന് കയറാനായിട്ട്. ജനറലാണെങ്കിലും സ്ലീപ്പറിലാണെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. വർക്കലയിൽ നമുക്ക് 1 മിനിറ്റിന്റെ ഹോൾട്ടാണ് ഉള്ളത്. കൊല്ലം
ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ വൈബ്. അടുത്ത സ്റ്റേഷൻ കൊല്ലം ജംഗ്ഷനാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പായ കൊല്ലം ജംഗ്ഷനിൽ എത്തിയേക്കാണ്. ഈ ട്രെയിനിന് ഇവിടെ ഒരു 3 മിനിറ്റ് ഹോൾട്ടാണ് വരുന്നത്. 3 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ അടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കായംകുളം ജംഗ്ഷനിലാണ്. ഒരുപാട് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ വന്ന് കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്. ടിക്കറ്റ് എല്ലാവരും ഓടിച്ചു വിടുകയാണ്. സീറ്റില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മാവേലിക്കര, അത് കഴിഞ്ഞ് ചെങ്ങന്നൂര്. അങ്ങനെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റിന്റെ ഹോൾട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കായംകുളം ജംഗ്ഷൻ വിടാൻ പോവാണ്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സ്വന്തം ചെങ്ങന്നൂർ സ്റ്റേഷൻ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇപ്പുറത്തെ സൈഡില് ഇതില്ല, സ്റ്റേഷനില്ല. അതെ, ആ സൈഡിലാണ് സ്റ്റേഷൻ വരുന്നത്. അത്യാവശ്യം ആളുണ്ട്. എന്താ പറയുക, ചെങ്ങന്നൂർ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് വരുന്നത്. ചെങ്ങന്നൂരിൽ തന്നെ ചെങ്ങന്നൂരിൽ തന്നെ ഇത് ഇന്നലെ എറണാകുളം പോയ, എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വന്ന്, ട്രിവാൻഡ്രത്തിൻ്റെ നമ്മുടെ ചെന്നൈക്ക് പോകുന്നു, ചെങ്ങന്നൂർ ത്രൂ. ആഹാ, സന്തോഷം തന്നെ. ഓസം ക്ലൈമറ്റും ഓസം സൺസെറ്റും. നമ്മൾ ട്രിവാൻഡ്രത്ത് കയറിയ സമയത്ത് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആയപ്പോഴത്തേക്കും നല്ലൊരു കാലാവസ്ഥ, നല്ല സുഖമുള്ളൊരു തണുപ്പും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടുതൽ നല്ല കിടുക്കാച്ച ഒരു സൺസെറ്റ് ഇവിടെ ഉണ്ട്. അതെ, ആ സൈഡ് നല്ല ഓറഞ്ചിഷ് കളറിൽ സണ്ണ്. ഇനി നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുവല്ല, അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി, പിന്നെ കോട്ടയം. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് വന്നേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം 6:05, നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ സമയം 7:13, നമ്മളിത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. 5 മിനിറ്റാണ് എറണാകുളം ജംഗ്ഷനിൽ നമുക്ക് ഹോൾട്ട് വരുന്നത്. പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തത്. നമ്മളിത് ആലുവയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 8:46, അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയേക്കാണ്. ഇവിടെ നമുക്ക് 3 മിനിറ്റാണ് ഹോൾട്ട് വരുന്നത്. ഇനിയിപ്പോൾ രാത്രിയിൽ പ്രത്യേകിച്ച് അത് കാണിക്കാനായിട്ടൊന്നുമില്ല. ഞാൻ കിടക്കാനായിട്ട് പോകുമായിരുന്നു. നാളെ രാവിലെ 7:45 നമ്മൾ ചെന്നൈ എത്തും. അവിടുന്ന് നമ്മൾ വേറൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ആ ട്രിപ്പിന് വേണ്ടി അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഗുഡ് മോർണിംഗ് ഗായ്സ്. എത്താറായി. നല്ല കിട്ടിലും തണുപ്പ്. ആവടിയിൽ നമുക്ക് 2 മിനിറ്റ് സ്റ്റോപ്പാണ് വരുന്നത്. ഇപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഹോണടി കേൾക്കുന്നുണ്ടല്ലോ, ഇവിടുന്നൊക്കെ ഹോണടി കേൾക്കുന്നു. അപ്പോൾ
അപ്പോൾ 2 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ ആവടിയിൽ നിന്ന് എടുത്തേക്കാണ്. അങ്ങനെ നമ്മൾ പേരാമ്പൂരെത്തി. ആക്ച്വലി നമുക്ക് ചെന്നൈക്ക് പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. എന്തായാലും ഇവിടെ ഇറങ്ങുന്നില്ല, നമ്മൾ ചെന്നൈക്ക് തന്നെ പോവാണ്. ചെന്നൈക്ക് പോയിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട്. ഒരാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന നോക്കി. നിങ്ങൾ നോക്ക്, ഇങ്ങ പാർക്കണ്ണ ചെല്ലക്കുട്ടി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എപ്പോഴും എൻ്റെ ബാഗിൽ നിറച്ച് ബിസ്ക്കറ്റ് ഉണ്ടാവണം. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ബിസ്ക്കറ്റ് ഉണ്ടാവണം എന്നെങ്കിലും അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഈ ട്രെയിനിൽ ഇവിടെ സ്റ്റോപ്പ് 1 മിനിറ്റാണ്. ഇനി ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ ചെന്നൈ സെൻട്രലാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മുടെ ട്രെയിനും അപ്പുറത്തെ ജയ്പൂരിന് പോകുന്ന ചെന്നൈ സെൻട്രൽ ജയ്പൂർ ട്രെയിനും തമ്മിലൊരു ചെറിയൊരു റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കയറിപ്പോയി. നമ്മുടെ കോച്ച് ബസ് വന്നു, അപ്പുറത്തെ ബസ് വന്നു. വാവ്, വാട്ട് എ റേസ്. അങ്ങനെ തോൽവി സമ്മതിച്ച് ജയ്പൂർ ചെന്നൈ എക്സ്പ്രസ് സ്റ്റോപ്പായിരിക്കുകയാണ്. നമ്മളെ കടത്തിവിടാനുള്ള ഒരു മനോഭാവമായിട്ട് അവരിവിടെ അങ്ങനെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് അറിയില്ല. നമ്മൾ ചെന്നൈ സെൻട്രലിലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകണമെന്ന് ഒരു പിടുത്തമില്ല. എല്ലാവരും പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കും പോകാം. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ മുംബൈ റെയിൽവേ സ്റ്റേഷൻ പോലൊക്കെ, പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസമാണ്. ഇനി ഇവിടുന്ന് നമുക്ക് പേരാമ്പൂര് പോകാനുണ്ട്. പേരാമ്പൂര് പോകാനായിട്ട് എന്താ എവിടുന്ന് ടിക്കറ്റ് എടുക്കണ്ടെന്നൊരു പിടിയില്ല. നല്ല ആളാ, ഭയങ്കര ആളാ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തുറന്നുണ്ടാകും. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആളുണ്ടാവില്ലേ, അതും ചെന്നൈ സെൻട്രലിലൊക്കെ. അതുണ്ടാവും. ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ ഒരു ഇത് അതുണ്ടല്ലോ. എല്ലാവരും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പോയി ടിക്കറ്റ് എടുക്കട്ടെ. മെമോന് വേറെ സ്റ്റേഷൻ, എന്താ സർബ്രാൻ ടെർമിനസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് കിട്ടുന്ന ട്രെയിനിൽ കയറി നമുക്ക് അവിടെ പോകണം. അയ്യോ, 7:58 ഓൾറെഡി. 8:05 നമ്മുടെ പേരാമ്പൂർക്കുള്ള മറ്റേ ഈ ട്രെയിൻ, മെമു ട്രെയിൻ. D16 ഉണ്ട്. അത് ഇങ്ങനെ ലോക്കൽ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തടപടേന്നായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.